ലാക്കിൻ ഹാദിഹിൽ ഖിസ്സ തുഫീദു, ഇത് ഈ പറഞ്ഞ ദാത്തു അൻവാത്തിനെ തരണം, നിശ്ചയിച്ചു തരണം എന്ന് നബിയോട് ആവശ്യപ്പെട്ട നബിയിൽ വിശ്വസിച്ച സഹാബികളെ സംബന്ധിച്ച ഈ സംഭവം നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഫായിദ എന്താണ് ഈ സംഭവത്തിൽ നിന്ന് കിട്ടുന്ന ഫലം? അന്നൽ മുസ്ലിമ ബലിൽ ആലിമ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു വെറും മുസ്ലിം അല്ല, ബലിൽ ആലിം ഒരു പണ്ഡിതൻ തന്നെ പോലും ഖദ് യഖഉ ചിലപ്പോൾ അകപ്പെടും ഫീ അൻവാഇം മിന ശിർക്കി, ശിർക്കിന്റെ ചില ഇനങ്ങളിൽ വിവരമുള്ള പണ്ഡിതൻ പോലും അകപ്പെടാം. അപ്പൊ പിന്നെ സാധാരണക്കാരന് പറയണ്ടല്ലോ ലാ യദ്രി അൻഹാ, എങ്ങനെ അറിഞ്ഞുകൊണ്ടല്ല, ഇന്ന കാര്യം ശിർക്കാണ് എന്ന് അറിയാതെ ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശിർക്കിൽ പണ്ഡിതൻ പോലും ചിലപ്പോൾ അകപ്പെട്ടു പോകാം എന്ന ഒരു വിവരം ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്നു. എന്താ കാരണം? മൂസാ നബിന്റെ കൂടെ വിശ്വസിച്ച ആളുകൾ മൂസാ നബിയുടെ സഹാബികളാണ്, തൗറാത്ത് കിട്ടിയവരാണ്, നല്ല മനുഷ്യന്മാരാണ്. അവിടെ ഇൽമിഹിം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് പണ്ഡിതന്മാരായ ആളുകളാണ്. പണ്ഡിതന്മാരായ മൂസാ നബിയുടെ സഹാബികൾക്ക് ആ ഒരു വിഷയത്തിൽ തെറ്റായ ശിർക്കിന്റെ അല്ലെങ്കിൽ കുഫറിലേക്ക് പോകുന്ന ഒരു ചോദ്യം അവരിൽ നിന്ന് വന്നു. നബിയിൽ വിശ്വസിച്ച സഹാബികളായ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ ആ മരം കണ്ടപ്പോ പഴയ ചിന്ത അവർക്ക് വന്നു, നമുക്കൊരു ഇങ്ങനെ മരം എടുത്താൽ എന്താ, സംഗതി നല്ലതാണല്ലോ, യുദ്ധത്തിന് മുമ്പ് ശക്തി കിട്ടാൻ, തോൽക്കാതിരിക്കാൻ. അപ്പോ ഇവരും നബിയിൽ വിശ്വസിച്ച ആൾക്കാരാണ്. അങ്ങനെയുള്ള ആളുകളിലും തെറ്റുപറ്റാം അല്ലെങ്കിൽ ശിർക്ക് സംഭവിക്കാം. രണ്ടാമത്തേത് التعليم والتحرز ومعرفة أن قول الجاهل التوحيد فهمنا أن هذا من أكبر الجهل ومكائد الشيطان. രണ്ടാമത് ഈ സംഭവത്തിൽ മനസ്സിലാക്കാനുള്ളത് തഅലീമും തഹറുസും. എത്ര തൗഹീദിൽ ജീവിച്ചവനാണെങ്കിലും തൗഹീദ് പഠിച്ചവനാണെങ്കിലും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണെങ്കിലും അവരെയൊക്കെ തന്നെ തൗഹീദ് പിന്നെയും പഠിപ്പിക്കണം. അത്തഅലീം പഠിപ്പിക്കണം. വത്തഹറുസ് എത്ര തൗഹീദ് പറയുന്നവനാണെങ്കിലും ശിർക്കിനെയും അതിലേക്ക് എത്തുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം എന്ന ഒരു പാഠം ഇത് നൽകുന്നു. കാരണം എന്താ, ഇവിടെ ശിർക്കിന്റെ കാരണങ്ങളിലേക്ക് പോയത് ആരാണ്? തൗഹീദുള്ള ആളുകളാണ്, സഹാബികളാണ്, കിതാബ് ഓതിയവരാണ്. അപ്പോ ഞങ്ങൾ കിതാബ് ഓതിയിട്ടുണ്ട്, ഞങ്ങൾ മൗലവിയാണ്, മുസ്ലിയാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കിതാബ് വായിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്, വയൽ തെറിയുന്നവരാണ്, ഞാൻ തൗഹീദൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെത്തൊക്കെ ഇനി ഒരു ശിർക്കും വരൂല, ശിർക്ക് നമ്മൾ പേടിക്കേണ്ടതില്ല, ഇനി കുറച്ച് മറ്റു ക്ഷേമ പ്രവർത്തനമൊക്കെ നടത്താം, നമ്മൾ തൗഹീദൊക്കെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയേണ്ടതില്ല. അതാണ് തുഫീദു തഅലീം വ തഹറുസ് വ മഅരിഫത. അതോടൊപ്പം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫലം, ഈ ഒരു അറിവാണ്. എന്തറിവ്? അന്ന ഖൗലൽ ജാഹിലി, വിവരം കെട്ട ഒരുത്തം പറയാണ് അത്തൗഹീദു ഫഹിംന, തൗഹീദൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതിപ്പോ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്ത് ഒരു ഭിന്നിപ്പുണ്ടാകാനുള്ള കാരണം അതായിരുന്നല്ലോ. നമ്മൾ പതിറ്റാണ്ടുകളായി, ഇത്ര പതിറ്റാണ്ടായി തൗഹീദ് പറയുന്നു. ഇനി തൗഹീദൊക്കെ മാറ്റിയിട്ട് തൗഹീദ് ഉള്ള ആളുകളിൽ ഉണ്ടാകേണ്ടുന്ന ഇസ്ലാഹിനെ കുറിച്ച്, മാറ്റത്തെ കുറിച്ചാണ് ഇനി പറയേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് അന്നൊരാൾ അവതരിപ്പിച്ചു. അപ്പൊ എന്താ, തൗഹീദൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയണം. ഇവിടെ എന്താ പറയണത്? ഖൗലൽ ജാഹിൽ, ഇത് വിവരം കെട്ടേണ്ട വർത്താനാണ്. തൗഹീദൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഫഹിംനാഹു, തൗഹീദ് എന്താണ് അതിന്റെ അനിവാര്യത, എന്തൊക്കെ ഒഴിവാക്കണം, എന്ത് ശിർക്കാവും ശിർക്ക്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുന്ന വിവരം കെട്ടവന്റെ വർത്താനത്തെയും നിങ്ങൾ മനസ്സിലാക്കണം. ആ വാക്ക് നമ്മക്കിനി ശിർക്കൊന്നും വരൂല, ഒക്കെ തൗഹീദിന്റെ ആൾക്കാരാണ്, നമ്മളല്ലാതെ ആരും സ്വർഗത്ത് പോകാൻ എന്ന് വിചാരിക്കുന്ന ജാഹിൽ അന്ന ഹാദാ മിൻ അക്ബരിൽ ജഹ്ലി, ഇവന്റെ ഈ വാക്ക് തൗഹീദൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ അതിന്റെ ക്ലാസ്സൊന്നും വേണ്ട, അതിന്റെ വയൽ വേണ്ട എന്ന് പറയുന്നവൻ ജഹ്ലിന്റെ ഏറ്റവും വലിയ ജഹ്ലിൽപ്പെട്ടതാണ് ഈ വാക്ക്. മകായിദി ശൈത്താൻ, ശൈത്താന്റെ കെണികളിൽപ്പെട്ടതുമാകും. എന്താ, ശൈത്താൻ എന്നും പ്രേപ്പിക്കാൻ, എന്താ തൗഹീദ് പ്രേപ്പിക്കാനാണ് ശൈത്താൻ ആഗ്രഹം. അപ്പോ ആ തൗഹീദ് ഇനി പറയേണ്ടതില്ല, അല്ലെ പഠിക്കേണ്ടതില്ല, പഠിപ്പിക്കേണ്ടതില്ല, നമ്മൾ മറ്റു കാര്യങ്ങളാണ് ഇനി പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ തൗഹീദിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ഓന്റെ പിന്നാലെ ആരും കൂടും? ശൈത്താൻ കൂടും. നമുക്ക് സൂക്ഷ്മത കുറവുണ്ടാവും. അപ്പൊ അത് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരു അഹങ്കാരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എപ്പോഴും. ഇപ്പൊ നബി മരിക്കുമ്പം പോലും മരണത്തിന്റെ ആ പനി പിടിച്ചു കിടന്ന മരിക്കുന്നതിന്റെ മുന്നത്തെ ഒരാഴ്ച ഉള്ള ദിവസങ്ങളിൽ, അതിലധികം നബിക്ക് രോഗം ഉണ്ടായിട്ടുണ്ട്, ആ ഒരാഴ്ചന്റെ ഇടക്ക് ഓരോ ദിവസവും നബി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താ ഹദീസിൽ നമുക്ക് കാണാം. ഇത് ശിർക്കിനെ കുറിച്ച്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ച്, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ കുറിച്ച്. ഇതാണ് നബി കൊടുത്ത താക്കീത്. എപ്പോഴും മരിക്കുന്നതിന് മുമ്പ്. ആരോട്? നമ്മളെപ്പോലത്തെ ആൾക്കാരോടല്ല. നബിന്റെ കൂടെ അത്രയും കാലം 23 കൊല്ലം വരെ നബി നുബുവത്തെത്തി അതിന്റെ ഒട്ടടുത്ത് കൊണ്ട് ജീവിച്ച അബൂ സിദ്ദീഖ് അടക്കമുള്ള, അലി അടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ, ഉസാമ പോലുള്ള ആളുകൾ,
സെയ്ദ് പോലുള്ള ആളുകൾ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ആളുകളോട് ആണ് നബി എന്ത് പറയുന്നത്? നബിന്റെ ഭാര്യമാരോടും ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് അവരോടാണ് പറയുന്നത്, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം. ഞാൻ 23 കൊല്ലായിലെ വേദന ഇവരൊക്കെ എന്റെ കൂടെ യുദ്ധത്തിന് വന്ന ആൾക്കാരല്ലേ, ഇവരൊക്കെ ശരിയായ സഹാബികളല്ലേ, എനിക്കൊന്ന് തൗഹീദ് പറയാൻ എന്ന് നബി വിചാരിച്ചോ? ഇല്ല. കണിശം ഓരോ ദിവസവും ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അതൊന്നുമില്ലാത്ത ഒന്നും പഠിക്കാത്ത നമ്മൾ ഇനി മതി തൗഹീദ് പറഞ്ഞത് എന്നെങ്ങനെ പറയാൻ പറ്റും? മൂന്നാമത്തെ കാര്യം തുഫീദു അയ്ളൻ അന്ന അൽ മുസ്ലിം അൽ മുജ്തഹിദ് അല്ലദീ ഇദാ തകല്ലമ ബികലാമിൽ കുഫ്രി വഹുവ ലാ യദ്രി വനുബ്ബിഹ അലാ ദാലിക വതാബ മിൻ സഅതിഹി അന്നഹു ലാ യക്ഫുർ. മൂന്നാമത്തെ കാര്യം, മുസ്ലിമായ മുജ്തഹിദായ ഒരാൾ അറിയാതെ ഒരു കുഫറിന്റെ വാക്ക് സംസാരിക്കുകയും എന്നിട്ട് അയാളോട് നിങ്ങൾ പറഞ്ഞതിൽ കുഫറുണ്ട് എന്ന് അയാളോട് ഉണർത്തപ്പെടുകയും ചെയ്താൽ, ശരിയല്ല, അയാൾ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞുപോയോ, എങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, അത് ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയുകയും വതാബ മിൻ സഅതിഹി, എപ്പോൾ ആ ഉപദേശം കേട്ടുവോ കേട്ടപാടെ തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്താൽ അന്നഹു ലാ യക്ഫുർ, അവൻ കാഫറാവില്ല. എന്താ തെളിവ്? മരം ഇലാഹിനെ തരണം എന്ന് പറഞ്ഞവർ മൂസാ നബി വിലക്കിയപ്പോൾ അപ്പൊ തന്നെ പിന്മാറി തൗബ ചെയ്തു. ദാത്തു അൻവാത്തിനെ തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പണ്ട് ബനീ ഇസ്രായേൽ ചോദിച്ചു, ഇലാഹിനെ തരണം എന്ന് ചോദിച്ച ചോദ്യത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞ നബി സാദൃശ്യപ്പെടുത്തി പറഞ്ഞപ്പോ അവർ അപ്പൊ തന്നെ പിന്മാറി. അപ്പൊ പറയുകയും അറിവ് കിട്ടിയപ്പോൾ ഉടനെ പിന്മാറുകയും ചെയ്താൽ ലാ യക്ഫുർ, കാഫറാവുകയില്ല. അവിടെ ഉറച്ചുന്നാലോ കാഫറാവും. ഇത് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠമാണ്. കമാ ഫഅല ബനൂ ഇസ്രായേൽ, ബനൂ ഇസ്രായേൽ ചെയ്തതുപോലെ. ഏത്? ഈ ഇലാഹിന് ആവശ്യപ്പെട്ട ആളുകൾ മൂസാ നബിയുടെ കൽപ്പന കിട്ടിയപ്പോൾ പശ്ചാത്തപിച്ചു, അവർ കാഫറായില്ല. അപ്പൊ ഇവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അൽ മുസ്ലിം അൽ മുജ്തഹിദ് വല്ലദീന സഅലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മുഹമ്മദ് നബിയോട് ദാത്ത് അൻവാത്ത് ചോദിച്ച ആളുകളും ചെയ്തതുപോലെ അവരും വിവരം കിട്ടിയപ്പോ അതിന് പിൻവാങ്ങി. എന്നാൽ പറഞ്ഞു കൊടുത്താലും അഹങ്കരിക്കുകയും എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, എന്റെ വാക്കും എന്റെ എല്ലാം ശരിയാണ്, ഒരു അബദ്ധവും എനിക്ക് പടഞ്ഞിട്ടില്ല എന്ന് വന്ന അബദ്ധത്തിൽ കടിച്ചു തൂങ്ങുന്നവൻ പിന്നെന്തായിരിക്കും? ഒന്നൗബയില്ല, പറഞ്ഞേ തന്നെ നിൽക്കുകയാണ്. അപ്പൊ എന്താവും? കാഫറായി. 4 വതുഫീദു അയ്ളൻ അന്നഹു ലൗ ലം യക്ഫുർ ഫഇന്നഹു യുഗല്ലദ് അലൈഹിൽ കലാമു തഗ്ലീലൻ ശദീദൻ കമാ ഫഅല റസൂലുള്ളാഹ്. ഇപ്പൊ ഈ രണ്ട് കൂട്ടരും കാഫറായോ? ഇല്ല. ഇലാഹിനെ ചോദിച്ചവരും ദാത്തൻ വാത്തനെ ചോദിച്ചവരും കാഫറായില്ല. പക്ഷെ നബി അവരോട് നിങ്ങൾ നമ്മളെ ആൾക്കാരെന്നെ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ നമ്മളെ ആൾക്കാരനാണ് എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശക്തമായി കണിശമായി ഉപദേശിച്ചു. മൂസാ നബി അവരോട് പറഞ്ഞു, വിവരം കെട്ട വർത്താനാണത്, ഉണ്ടിപ്പോരുത്, ഇങ്ങനെ പറയാൻ പാടില്ല. മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? ഇത് ഇലാഹിനെ ചോദിച്ചവരോട് സമാനമായ സംസാരമാണ്, അത് നിസ്സാര വർത്താന അല്ല. ദാത്തൻ വാത്തനെ ചോദിച്ചത് ഇലാഹിനെ ചോദിക്കുന്നതിന് സമമാകുന്നു എന്ന് ശക്തമായി നബി താക്കിയതാണ്. ഈ പറയുന്നത് കൊണ്ട് അവർ കാഫറായിട്ടില്ലെങ്കിലും ഇത്തരം വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകുന്ന ആളുകളോട് യുഗല്ലദു അലൈഹിൽ കലാമ, കാഫറായിട്ടില്ലെങ്കിൽ പോലും അവരോട് ഖലീലായി തഗ്ലീലൻ ശദീദൻ, സൗമ്യമായിട്ട് ഇങ്ങനെ സോപ്പിട്ട് എണ്ണ പരട്ടി വ്യക്തമായി പറയാതെ മയപ്പെടുത്തി പറയണമെന്നല്ല, തഗ്ലീലൻ ശദീദൻ, ശക്തമായ പാരുഷ്യത്തോടുകൂടി പരുഷതയോടുകൂടി ആ ആളുകളോട് അതിനെ വിലക്കണം. അപ്പൊ ഒരുത്തൻ തെറ്റുപറ്റിയാൽ അയാൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അയാളെ ഇമേജ് ഇടിഞ്ഞു പോവോ? അതുകൊണ്ട് നമ്മൾ അയാളോട് പറയാതെക്കണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയണ്ട, ഇങ്ങനെ തന്നെ പറയണ്ട, ഒന്ന് മയപ്പെടുത്തി പറയാ പറ്റൂല. കാഫറായിട്ടില്ലാത്ത കാര്യമാണെങ്കിൽ പോലും. അപ്പൊ കാഫറാകുന്ന കാര്യമാണെങ്കിലോ, ഖുർആനെതിരായ കാര്യമാണെങ്കിലോ, യുഗല്ലദു അലൈഹിൽ കലാമു തഗ്ലീലൻ ശദീദൻ, കണിശമായി, ശദീദൻ എന്നാൽ കണിശമായി, തഗ്ലീൽ എന്നാൽ തന്നെ രൂക്ഷമായി പരുഷമായി വാക്കുകൊണ്ട് അവരോട് പരുഷമായി പെരുമാറണം, ശക്തമായി താക്കീത് ചെയ്യണം. നബി അതാ നടത്തിയത്. കമാ ഫഅല റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മയപ്പെടുത്താൻ പാടില്ല, തെറ്റിനെ തെറ്റായി കാണണം. പ്രത്യേകിച്ച് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഗൗരവത്തിൽ തന്നെ അവരെ താക്കീത് ചെയ്യണം, ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഈ 4 കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ നിന്ന്